നമസ്തേ. ഇന്ന് പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങി വയ്ക്കുകയാണ്. ഭഗവതി ചരൺ വർമ്മയുടെ സബ്സെ ബഡ ആദ്മി. ഇതൊരു ഏകാംഗിയാണ് ഈ പാഠഭാഗം. സബ്സെ ബഡ ആദ്മി. ഇത് എഴുതിയിരിക്കുന്നത് ഭഗവതി ചരൺ വർമ്മ. അപ്പോൾ ആദ്യം നമുക്ക് ഭഗവതി ചരൺ വർമ്മയെക്കുറിച്ച് പരിചയപ്പെടാം. भगवती चरण वर्मा का जन्म उत्तर प्रदेश के उन्नाव जिले के शफीपुर गांव में हुआ था. भगवती चरण वर्मा का जन्म उत्तर प्रदेश के उन्नाव जिले के शफीपुर गांव में हुआ था. वर्मा जी ने इलाहाबाद से BA LLB की डिग्री प्राप्त की और प्रारंभ में कविता लेखन किया. भगवती चरण वर्मा ने इलाहाबाद से BA LLB आदि डिग्री प्राप्त की और प्रारंभ में कविता लेखन किया. फिर उपन्यासकार के नाते विख्यात हुए. उपन्यासकार के रूप में विख्यात हुए. 1933 के करीब प्रतापगढ़ के राजा साहब बद्री के साथ रहे. 1933 के करीब प्रतापगढ़ के राजा साहब बद्री के साथ रहे. 1936 के लगभग फिल्म कॉरपोरेशन कलकत्ता में कार्य किया. उन्होंने 1936 के लगभग फिल्म कॉरपोरेशन कलकत्ता में कार्य किया. कुछ दिनों विचार नामक साप्ताहिक का प्रकाशन संपादन. इसके बाद बम्बई में फिल्म कथालेखन तथा दैनिक नवजीवन का संपादन. फिर आकाशवाणी के कई केंद्रों में कार्य. उन्होंने कुछ दिनों विचार नामक साप्ताहिक का प्रकाशन संपादन कार्य किया. इसके बाद बम्बई में फिल्म कॉरपोरेशन तथा दैनिक नवजीवन का संपादन कार्य किया. फिर आकाशवाणी के कई केंद्रों में कार्य किया. बाद में 1957 से मृत्यु पर्यंत स्वतंत्र साहित्यकार के रूप में लेखन. इसके बाद 1957 से मृत्यु पर्यंत स्वतंत्र साहित्यकार के रूप में लेखन. चित्रलेखा उपन्यास पर 2 बार फिल्म निर्माण और भूले बिसरे चित्र साहित्यिक अकादमी से सम्मानित.
उनके चित्रलेखा नामक उपन्यास पर 2 बार फिल्म निर्माण और भूले भिसरे चित्र साहित्य अकादमी से सम्मानित, पद्म भूषण तथा राज्यसभा की मानद सदस्यता प्राप्त हुई है। समझा? उनकी प्रकाशित पुस्तकें, उन्होंने कई पुस्तक लिखा है। उनके प्रसिद्ध उपन्यास ये है। उनका नाम पतन, एक उपन्यास का नाम पतन, दूसरा चित्रलेखा, उसके बाद 3 वर्ष टेढ़े मेढ़े रास्ते, अपने खिलौने, भूले भिसरे चित्र, ढके पाव, रेखा, सीधी सच्ची बातें, युवराज छूंडा, सब ही नचावत राम गोसाई, प्रश्न और मरीचिका, धुप्पल, चाणक्य, ये सब उनके प्रसिद्ध उपन्यास हैं। मोर्चाबंदी भगवती चरण वर्मा का कहानी संग्रह है। मोर्चाबंदी उनके कहानी संग्रह है। उनके कविता संग्रह इस प्रकार है। मधुकण, कविता संग्रह का नाम मधुकण। दूसरा तदनंतर 2 और काव्य संग्रह, प्रेम संगीत और मानव। की कविता संग्रह मधुकण, प्रेम संगीत, मानव, ये उनके कविता संग्रह है। उन्होंने नाटक भी लिखा है। उनका प्रसिद्ध नाटक वसीहत, रुपया तुम्हें खा गया, ये उनके प्रसिद्ध नाटक है। അപ്പോൾ ഇവിടെ ഭഗവതി ചരൺ വർമ്മയെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജനനം ഉത്തർപ്രദേശിലെ ഉന്നാവ് എന്ന ജില്ലയിലെ ഷഫീപൂർ എന്ന ഗ്രാമത്തിലാണ്. അദ്ദേഹം ഇലഹാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA അതുപോലെ LLB തുടങ്ങിയ ഡിഗ്രികൾ കരസ്ഥമാക്കി. പിന്നെ തുടക്കത്തിൽ അദ്ദേഹം കവിതകളായിരുന്നു എഴുതിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ കവിതകളായിരുന്നു എഴുതിയിരുന്നത്. പിന്നീട് അദ്ദേഹം ഉപന്യാസ്, അതായത് നോവലുകൾ എഴുതി തുടങ്ങി. അങ്ങനെ നോവലുകൾ എഴുതി തുടങ്ങിയതിന് ശേഷം അദ്ദേഹം പ്രശസ്തിയിലേക്ക് ഉയർന്നു വന്നു. പിന്നെ അദ്ദേഹം 1936 ആ കാലഘട്ടത്തിൽ ഫിലിം കോർപ്പറേഷൻ, കൽക്കത്തയിലെ ഫിലിം കോർപ്പറേഷൻ, അവിടെയാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ആ ജോലിയോടൊപ്പം സാഹിത്യ രചനകളിലും ഏർപ്പെട്ടിരുന്നു. പിന്നെ കുറച്ച് നാൾ അദ്ദേഹം വിചാർ എന്നു പേരുള്ള സാപ്താഹിക ആഴ്ചപ്പതിപ്പ്, അപ്പോൾ വിചാർ എന്നു പേരുള്ള ഒരു ആഴ്ചപ്പതിപ്പിൻ്റെ സമ്പാദൻ എന്ന് പറഞ്ഞാൽ എഡിറ്ററായിട്ടൊക്കെ അദ്ദേഹം കുറച്ചു കാലം ജോലി ചെയ്തിട്ടുണ്ട്.
അതിനുശേഷം അദ്ദേഹം ബോംബെയിൽ ഫിലിം, കഥാലേഖൻ, അതുപോലെ നവജീവൻ എന്നുപേരുള്ള ഒരു ദിനപത്രം, ഇവിടെയൊക്കെ ആ ദിനപത്രത്തിൻ്റെ എഡിറ്റിംഗ്, ഈ ജോലികളിൽ കുറച്ചു കാലം അദ്ദേഹം ഏർപ്പെട്ടു. പിന്നീട് ആകാശവാണിയിലും അദ്ദേഹം കുറേ കാലം ജോലി ചെയ്തു. ആകാശവാണിയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഒരുപാട് കേന്ദ്രങ്ങളിൽ, ആകാശവാണിയുടെ ഒരുപാട് കേന്ദ്രങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്തു. അതിനുശേഷം ആകാശവാണിയിലെ ജോലിക്ക് ശേഷം 1957 മുതൽ മൃത്യുപര്യന്തം വെച്ച് കഴിഞ്ഞാൽ മരണം വരെ, 1957 മുതൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം ഒരു സ്വതന്ത്ര സാഹിത്യകാരൻ എന്ന നിലയിൽ എഴുതി തുടങ്ങി. തീർത്തും സ്വതന്ത്രനായിട്ടുള്ളൊരു എഴുത്തുകാരൻ. അപ്പോൾ മറ്റു ജോലികളിൽ നിന്നൊക്കെ മോചനം നേടി. ഒരുപാട് മേഖലകളിൽ അദ്ദേഹം ജോലി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം നേടി ഒരു മുഴുവൻ സമയം സ്വതന്ത്ര സാഹിത്യകാരൻ എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ സാഹിത്യ രചനകളിൽ മുഴുകി മരണം വരെ. പിന്നെ അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭൂലെ ഭിസ്രെ ചിത്ര അദ്ദേഹത്തിൻ്റെ ഒരു നോവലാണത്. ആ നോവലിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പത്മഭൂഷൺ, അദ്ദേഹത്തിന് പത്മഭൂഷൺ, രാജ്യം പത്മഭൂഷൺ എന്ന ബഹുമതി കൊടുത്ത് അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ എല്ലാ നിലയിലും ഭഗവതി ചരൺ വർമ്മ എന്ന എഴുത്തുകാരൻ, സാഹിത്യകാരൻ വളരെ ഭാരതത്തിൻ്റെ സാഹിത്യ മേഖലയിൽ, പ്രത്യേകിച്ചും ഹിന്ദി സാഹിത്യ മേഖലയിൽ ഒട്ടനവധി അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള നിലയിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ പുസ്തകങ്ങളുടെ പേരുകൾ ഞാൻ പറഞ്ഞു തന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ ഉപന്യാസ് എന്ന് പറഞ്ഞാൽ നോവൽ, അദ്ദേഹം എഴുതിയിട്ടുള്ള കുറേ നോവലുകൾ. അപ്പോൾ നോവലുകൾ എഴുതി തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം പ്രസിദ്ധിയിലേക്ക് ഉയർന്നു വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ തുടക്കത്തിൽ കവിതകളാണ് എഴുതിയിരുന്നത്. പക്ഷെ പിന്നീട് നോവലുകളിലേക്ക് അദ്ദേഹം ചുവടുമാറി. അപ്പോൾ നോവലുകൾ എഴുതാൻ തുടങ്ങിയതോടെയാണ് പ്രസിദ്ധിയിലേക്ക് ഉയർന്നു വന്നത്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് നോവലുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ പേരുകൾ ഞാനിവിടെ പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കഥാസമാഹാരമാണ് മോർച്ചാബന്ദി എന്നു പേരുള്ളൊരു പുസ്തകം. അത് അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു കഥാസമാഹാരമാണ്. അതുപോലെ തന്നെ കവിതാ സമാഹാരങ്ങളും അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. അതിൽ മധുകൺ, പ്രേം സംഗീത്, മാനവ്, ഈ പേരുകളിലുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളാണ്, കവിതകളുടെ പുസ്തകങ്ങളാണ്. പിന്നെ അദ്ദേഹം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ വസീഹത്ത് എന്നു പേരുള്ളൊരു നാടകം, രൂപയാ തുമേം ഖാഗയ, ഇങ്ങനെയുള്ള 1-2 നാടകങ്ങളും അദ്ദേഹത്തിൻ്റേതായിട്ട് കിട്ടിയിട്ടുണ്ട് വായനക്കാർക്ക്. അപ്പം ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഭഗവതി ചരൺ വർമ്മ എന്ന എഴുത്തുകാരൻ ഒരുപാട് സംഭാവനകൾ, ഹിന്ദി സാഹിത്യത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ഏകാംഗിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ഏകാംഗിയുടെ പേര് സബ്സേ ബഡാ ആദ്മി. അപ്പോൾ ഈ ഏകാംഗി നമുക്ക് അടുത്ത ദിവസം, അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. അപ്പോൾ ഇവിടെ ഭഗവതി ചരൺ വർമ്മയെക്കുറിച്ച് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റെ കുറേ പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഏകാംഗി സബ്സേ ബഡാ ആദ്മി വളരെ രസകരമായിട്ടുള്ള ഒരു ഏകാംഗിയാണ്. രസകരമായിട്ടുള്ളൊരു ഒരൊറ്റ ഒരൊറ്റ ദൃശ്യം, ഒരൊറ്റ ഇതിൽ അവസാനിക്കുന്ന ഒരു ഏകാംഗിയാണ് ഇത്. ഒറ്റ അംഗം അല്ലെങ്കിൽ ഒരൊറ്റ രംഗത്തിൽ
അവസാനിക്കുന്ന ഏകാംഗിയാണ് ഇത്. ശരിക്കും വ്യംഗ്യപ്രധാൻ. വ്യംഗ്യം എന്ന് പറഞ്ഞാൽ തമാശ, പരിഹാസം എന്നൊക്കെയുള്ള അർത്ഥം. അപ്പോൾ ഒരു തമാശ അല്ലെങ്കിൽ ഒരു പരിഹാസ രൂപേണ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഏകാംഗിയാണ് സബ്സെ ബഡാ ആദ്മി. അപ്പോൾ ഇതിൽ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ, ഒരു 8 കഥാപാത്രങ്ങളോളം ഉണ്ട്. 8 കഥാപാത്രങ്ങൾക്കും ഈ ഏകാംഗിയിൽ ഒരുപോലെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് നടക്കുന്ന ഒരു സംഭവം, റെസ്റ്റോറൻറ്റിൽ വെച്ച് നടക്കുന്ന ഒരു സംഭവമാണ് ഈ ഏകാംഗിയിൽ ആദ്യം മുതൽ അവസാനം വരെ പറയുന്നത്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിനകത്ത് വെച്ചിട്ട് ഇത്രയും കഥാപാത്രങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് ഒരുമിച്ച് ഉണ്ടാകുന്ന ഒരു കഥ. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം, അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഭഗവതി ചരൺ വർമ്മയെ കുറിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ബാക്കി അടുത്ത ദിവസമാവാം. ധന്യവാദം.